ഗൈസ് എങ്ങനെ അടിച്ചാലും നിങ്ങൾക്ക് തലയിലെ കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ ഇപ്പോൾ അടിച്ചാലും തലയിലെ കയറത്തുള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന ഫ്രീ ഫയർ ഹെഡ്ഷോട്ട് അടിക്കാൻ കുറച്ച് ടിപ്സ്, അതായത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് യൂസ് ആകുമ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റും. ഇത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഫസ്റ്റിലത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഷോർട്ട് റേഞ്ച് ഇരിക്കുന്ന എനിമീസ് എങ്ങനെ ഹെഡ്ഷോട്ട് അടിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമ്മുടെ റൊട്ടേഷൻ ഡ്രാഗ്, അതായത് സി തിരിച്ചിട്ട പോലെ, നമ്മളിപ്പോൾ സി എഴുതത്തില്ലേ, അത് തിരിച്ച് സി എഴുതുന്ന പോലെ നമ്മൾ ഡ്രാഗ് ചെയ്യണം. ഇപ്പോൾ ഷോർട്ട് റേഞ്ച് ഇരിക്കുന്ന എനിമീസിൻ്റെ തല നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഷോർട്ട് റേഞ്ച് ഇരിക്കുന്ന എനിമീസിനെ ഹെഡ്ഷോട്ട് അടിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ലോങ് റേഞ്ച് ഇരിക്കുന്ന എനിമീസിനെ എങ്ങനെ ഹെഡ്ഷോട്ട് അടിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്രോസ് ഹെയർ നിങ്ങളുടെ എനിമിയുടെ തലയുടെ മേളിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ വെക്കണം. ക്രോസ് ഹെയറില്ലേ, ആ ഒരു മാർക്ക് നമ്മുടെ റെഡ് കത്തുന്ന രീതി എനിമീൻ്റെ തലയുടെ മേളിലായിട്ട് ഇങ്ങനെ കൊണ്ടുവെക്കുക. എന്നിട്ട് നിങ്ങൾ നേരെ പതുക്കെ ഡ്രാഗ് ചെയ്യണം. പതുക്കെ സ്ട്രെയിറ്റ് അങ്ങോട്ട് ഡ്രാഗ് ചെയ്യണം. ഫയർ ബട്ടൺ നേരെ അങ്ങോട്ട് പൊക്കി കൊടുത്താൽ മതി. ഗൈസ് എങ്ങനെ അടിച്ചാലും നിങ്ങൾക്ക് തലയിലെ കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ ഇപ്പോൾ അടിച്ചാലും തലയിലെ കയറത്തുള്ളൂ. ഇപ്പോൾ വുഡ് പാക്കർ ആയാലും ഡീഗിളായാലും ഈ ലോങ് റേഞ്ച് ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റുന്ന വൺ ടാപ്പ് ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റുന്ന ഗൺസ് വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ UMP ആയാലും ശരി, എന്തൊക്കെ ആയാലും ശരി, ലോങ് റേഞ്ച് ഇങ്ങനെ നിൽക്കുന്ന എനിമീസിനെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ അടിച്ചിടാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ട്രിക്കിലോട്ട് നമുക്ക് പോകാം. ഈ സംഭവം മൂന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫയർ ബട്ടൺ സൈസും സെൻസിറ്റിവിറ്റി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ ഡിവൈസിലും വർക്കാവുന്ന ഒരു രീതിയിൽ ഒരു ഫയർ ബട്ടൺ സൈസും ഒരു സെൻസിറ്റിവിറ്റിയും ഞാൻ തരാം. ഫയർ ബട്ടൺ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 55, അതായത് 55 വെച്ച് എല്ലാ ഡിവൈസിലും ഇത് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. ഈ ഫയർ ബട്ടൺ സൈസ് വെച്ച് ഫയർ ബട്ടൺ സൈസ് 55 ആക്കിയതിന് ശേഷം നല്ല രീതിയിൽ താത്ത് വെക്കുക. കണ്ടോ, ആ ഒരു പെട്ടി ഇരിക്കുന്നുണ്ടോ, ആ ഒരു ബോക്സ്, ആ ഒരു ബോക്സിൻ്റെ തറയിലായിട്ട് കൊണ്ടുവെക്കുക. അപ്പോൾ നൈസായിട്ട് നിങ്ങൾ എങ്ങനെ ഡ്രാഗ് ചെയ്താലും ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റും. ഓക്കെ, ഒരുപാട് യൂട്യൂബേഴ്സും ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇനി സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ജനറലിൽ മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വെച്ചാൽ. ജനറലിൽ ഒരു 185 എല്ലാ ഡിവൈസിലും ഇത് വർക്കിംഗ് ആയിട്ടുള്ളൊരു സെൻസിറ്റിവിറ്റി ആണ്. അപ്പോൾ 155 വെച്ച് നിങ്ങളൊന്ന് കളിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു സെൻസിറ്റിവിറ്റി, ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഗെയിമിൽ നല്ല രീതിയിൽ മാറ്റം വരും. ഇപ്പോൾ ഒരു 1v1 ഒക്കെ കളിക്കുവാണെങ്കിൽ കിട്ടില്ലായിട്ട് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ് അടിക്കാനും മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്ബാക്കി വെച്ചോ. ഓക്കെ.